ता बशलाम लहरगा ദത്ലാസ്മ ഉത്തെഷ് ദിലേശാന സുറിയായ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 139ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈയുള്ളവൻ രചിച്ച ഈസ്റ്റ് സിറിയക് ഗ്രാമർ പുസ്തകമായ പൗരസ്ത്യ സുറിയാനി വ്യാകരണ സഹായിയിലെ 1ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. നാമങ്ങൾക്ക് സുറിയാനിയിൽ 3 രൂപങ്ങളാണ് ഉള്ളത്. സാധാരണ രൂപം അഥവാ എംഫാറ്റിക് സ്റ്റേറ്റ്, ഉടമസ്ഥാർത്ഥ രൂപം അഥവാ കൺസ്ട്രക്ട് സ്റ്റേറ്റ്, ക്രിയാർത്ഥ രൂപം അഥവാ അബ്സല്യൂട്ട് സ്റ്റേറ്റ്. ഈ 3 രൂപങ്ങളിൽ ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് സാധാരണ രൂപം അഥവാ എംഫാറ്റിക് സ്റ്റേറ്റ് മാത്രമാണ്. എംഫാറ്റിക് സ്റ്റേറ്റിൽ നാമങ്ങൾ സാധാരണ രൂപത്തിൽ പുല്ലിംഗ ഏകവചന നാമങ്ങൾ ആ എന്ന് അവസാനിക്കുന്നു. ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് മാസ്കുലിൻ സിംഗുലർ നൗൺസ് ഇൻ ദ വവൽ ആ. ഉദാഹരണം: താവ, ഗുഡ് വൺ, നല്ലവൻ. സാധാരണ രൂപത്തിൽ പുല്ലിംഗ ഏകവചന നാമങ്ങൾ എ എന്ന് അവസാനിക്കുന്നു. ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് masculine plural nouns end in the vowel a. ഉദാഹരണം: താവേ, ഗുഡ് വൺസ്, നല്ലവർ. അപ്പോൾ നല്ലവൻ താവ, നല്ലവർ താവേ. പുല്ലിംഗം ഏകവചനവും ബഹുവചനവുമാണ്. ഇനി സാധാരണ രൂപത്തിലെ സ്ത്രീലിംഗ ഏകവചനങ്ങൾ കാണാം. അത് താ എന്ന് അവസാനിക്കുന്നു. ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് ഫെമിനിൻ സിംഗുലർ നൗൺസ് ഇൻ താ. താവുസ അല്ലെങ്കിൽ താവുത്ത, അത് സോഫ്റ്റ് ആയതുകൊണ്ടാണ് താവുസ എന്ന് ഉച്ചരിക്കുന്നത്. താവുസ. ഇനി സ്ത്രീലിംഗ ബഹുവചന നാമങ്ങൾ സാധാരണ രൂപത്തിൽ ആത്ത അല്ലെങ്കിൽ ആസ എന്ന് അവസാനിക്കുന്നു. In the emphatic state, feminine plural nouns end in atta. താവാസ അല്ലെങ്കിൽ താവാത്ത, താവാസ. ഒന്നിച്ച് കാണാം. ഫെമിനിൻ സിംഗുലർ താവുസ, താവാസ. ഫെമിനിൻ സിംഗുലറും പ്ലൂറലും. അപ്പം നമ്മൾ മാസ്കുലിൻ സിംഗുലർ, മാസ്കുലിൻ പ്ലൂറൽ, ഫെമിനിൻ സിംഗുലർ, ഫെമിനിൻ പ്ലൂറൽ എന്നിവ കണ്ടു. എംഫാറ്റിക് സ്റ്റേറ്റിൽ താവ, താവേ, താവുസ, താവാസ. ഇനിയും സാധാരണ രൂപത്തിൽ ഒരു നാമം മറ്റൊരു നാമത്തിന് ശേഷം ചേർക്കുമ്പോൾ അത് വിശേഷണമായി മാറുന്നു. When a noun in the emphatic state is placed after another noun, it becomes an adjective. ഉദാഹരണം: മൽക്ക എന്ന നൗൺ, താവ എന്ന നൗൺ. 2 നൗണുകളാണ്. മൽക്ക എന്ന നൗണിന് ശേഷം താവ എന്ന നൗൺ വയ്ക്കുമ്പോൾ അത് താവ എന്നത് നല്ലവനായ എന്ന വെർബായിട്ട് മാറും, നൗണായിട്ട് അഡ്ജക്റ്റീവായിട്ട് മാറുന്നു. മൽക്ക താവ, നല്ലവനായ രാജാവ്, ഗുഡ് കിങ്. അപ്പോൾ ഒരു നാമത്തിന് ശേഷം വേറൊരു നാമം വയ്ക്കുമ്പോൾ ആ നാമം അഡ്ജക്റ്റീവായിട്ട് മാറുന്നു. ഇനിയും ഇത് തന്നെ ഇംഗ്ലീഷിൽ when a noun in the emphatic state is placed after another noun, it becomes adjective. ഇനിയും നാമത്തിൻ്റെയും വിശേഷണത്തിൻ്റെയും ലിംഗവും വചനവും ഒന്ന് തന്നെയായിരിക്കണം. അതായത് nouns and adjectives should agree in number and gender. മൽക്ക, താവ. മൽക്ക മാസ്കുലിനാണ്, സിംഗുലറാണ്. താവായും മാസ്കുലിനും സിംഗുലറുമാണ്. ഇനി മൽക്കേ, താവേ. മൽക്കേ മാസ്കുലിൻ പ്ലൂറൽ, താവേയും മാസ്കുലിൻ പ്ലൂറൽ. ഇനി മൽക്സ, താവുസ. മൽക്സ ഫെമിനിൻ സിംഗുലർ, താവുസയും ഫെമിനിൻ സിംഗുലർ. മൽക്കാസ, താവാസ. മൽക്കാസ ഫെമിനിൻ പ്ലൂറൽ, താവാസയും ഫെമിനിൻ പ്ലൂറൽ. നൗണും അഡ്ജക്റ്റീവും നമ്പറിലും ജെൻഡറിലും സെയിം ആയിരിക്കണം. ഇപ്പോൾ എംഫാറ്റിക് സ്റ്റേറ്റിലുള്ള
നാമങ്ങൾ മാസ്കുലിനും ഫെമിനിനും സിംഗുലറും പ്ലൂറലുമാണ് കണ്ടത്. ഈ പാഠത്തിലെ ഒന്നാമത്തെ എക്സർസൈസിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഉത്തരങ്ങളാണ് നൽകുന്നത്. സു ഓറ, സു ഓറേ, സു ഓർത്ത, സു ഓറാസ. അപ്പോൾ മാസ്കുലിൻ സിംഗുലർ, മാസ്കുലിൻ പ്ലൂറൽ, ഫെമിനിൻ സിംഗുലർ, ഫെമിനിൻ പ്ലൂറൽ. ബീഷ, ബീഷേ, ബീഷ്ത, ബീഷാസ. അടുത്തത് ഹക്കീമ, ഹക്കീമേ, ഹക്കീംത, ഹക്കീമാസ. അടുത്തത് റംബ, റൗർബേ, റബ്സ, റൗർബാസ. ഈ റംബായുടെ പ്ലൂറിൽ വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റംബ, റൗർബേ, റബ്സ, റൗർബാസ. അടുത്തത് അത്തീറ, അത്തീറേ, അത്തിർത്ത, അത്തീറാസ. ഷപ്പീറ, ഷപ്പീറേ, ഷപ്പീർത്ത, ഷപ്പീറാസ. കന്ദീഷ, കന്ദീഷേ, കന്ദിഷ്ത, കന്ദീശാസ. മൽക്ക, മൽക്കേ, മൽക്സ, മൽക്കാസ. സാവ, സാവേ, സാവ്സ, സാവാസ. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് നാമങ്ങളുടെ 3 സ്റ്റേറ്റ് ആണ് ഉള്ളത്. അതിലെ ആദ്യത്തെ സ്റ്റേറ്റായ എംഫാറ്റിക് സ്റ്റേറ്റ്, സാധാരണ രൂപത്തെക്കുറിച്ചാണ് കണ്ടത്. തൗദി, സംഗി. എല്ലാവർക്കും വളരെയധികം നന്ദി.